അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീലയും നവാസും അതാ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്നു. ഇക്ക ആ എന്താടേ ഇക്ക എന്ത് കേസ് കൊടുക്കുക? എന്താ കൊടുക്കേണ്ടത്? അവളെ കാണാനില്ലെന്ന്. ഓ പിന്നെ അങ്ങനെയല്ല, എൻ്റെ ഭാര്യയെ കാണാനില്ലാന്ന് അത് പറയണം. എൻ്റെ പെണ്ണേ, നീ വല്ലാത്ത ആളാണല്ലോ. പലർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അങ്ങനെ പറയുന്നോന്നോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഈ സ്നേഹം എന്നുണ്ടാവോ? അവളെ ഞാൻ കണ്ടുപിടിച്ച് എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഈ സ്നേഹം എന്നുണ്ടാവോ? ഇക്ക, ഞാനല്ലെങ്കിലും വെറുപ്പൊന്നും കാണിച്ചില്ലല്ലോ ഇതുവരെ. അതിന് നീ കണ്ടില്ലല്ലോ അവൾ എൻ്റെ കൂടെ ജീവിക്കുന്നത്. ഇക്ക, അതൊക്കെ ഞാൻ കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഇക്കാക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരം ഞാളമിട്ട്. എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ പാടുന്നത്? ഒന്നുമില്ല പെണ്ണേ, രണ്ട് ഭാര്യമാരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ എൻ്റെ ഒരു അവസ്ഥയും ഓർത്തതാ. എൻ്റെ പൊന്നിക്ക, നിങ്ങളൊന്നും വേണ്ടാത്ത ചിന്തിക്കല്ലേ. അല്ലേ, പലരും പറയുന്നുണ്ട് രണ്ട് ഭാര്യമാർ ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാൻ കഴിയില്ലാന്ന്. ഇക്ക, അത് പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. പെണ്ണുങ്ങൾ രണ്ടുപേരും ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ ഇക്കാക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എൻ്റെ ഫസീല, ആദ്യമേ നീ ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ആദ്യമേ നീ നല്ല രീതിയിൽ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഒരാളെയും ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു പെണ്ണേ. ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇക്ക, എൻ്റെ ഇക്ക പാവമായിരുന്നു, അതുകൊണ്ട് തന്നെയല്ലേ ഞാനല്പം പെശകായി പോയത്. എൻ്റെ ഇക്ക, ഞാൻ പറയട്ടെ എൻ്റെ ഇക്ക, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടെങ്കിലും പുറത്തു തരാൻ കേട്ടോ. ഹേയ്, അതൊന്നും സാരമില്ല, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. പിന്നെ ഹുസൈനാജിയെ കൂടി ഇൻഷാ അല്ലാ പോയി പൊരുത്തി പിടിപ്പിക്കാനല്ലേ? ഓക്കെ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയും ചെയ്യാം. അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലിക്ക പോലീസ് സ്റ്റേഷൻ എത്താനായില്ലേ? എത്താനായി തുടങ്ങി. പിന്നെ ഒരു പക്ഷേ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞ് അവളെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഈ സ്നേഹമൊക്കെ എന്നോട് പോവും എന്ന് ഞാൻ ഭയപ്പെടുന്നു എൻ്റെ ഫസീല. ഒരിക്കൽ പോലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഈ മനസ്സ് മാറരുത് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കണം. ഓക്കെ? കാരണം ഒന്നും പറയാൻ പറ്റൂല ഫസീലയെക്കുറിച്ച്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് ഒരുപാട് വിഷമിച്ചതാണ്. പക്ഷേ സൗദിയെക്കുറിച്ചും കേട്ടപ്പോൾ പിന്നെ എനിക്ക് നിയന്ത്രണം നഷ്ടമായി. പിന്നെ എനിക്ക് തോന്നി, എന്തിനാണ് എല്ലാവരും ചതിയന്മാരാണ്, ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളും ചതിക്കുന്നവരാണോ എന്നൊക്കെ തോന്നിപ്പോയി. ഇക്ക, അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അപ്പോൾ എല്ലാ സ്ത്രീകളും അതിൽ പെട്ടുപോകും. നമ്മുടെ നുസൈബ, ആ കുട്ടിയൊക്കെ എത്ര നല്ല മോളാണ്. ശരിയാണടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നു, അതിനെ നോക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടിട്ടാ. ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കടെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അല്ല, മറ്റൊരു പെൺകുട്ടി അവിടെ വന്നത് കണ്ടല്ലോ. ഇക്ക, അതാണ് മിസ്രി. ഓ, മിസ്രി, അത് അതെ, ഒരു ഉസ്താദിൻ്റെ പെങ്ങൾ കൂടിയാണ്. ഉമ്മ ബാപ്പയൊന്നുമില്ല, പാവം മോളാണ്. പക്ഷെ എനിക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? അതെ, നമ്മളെ കുഞ്ഞുവിനെ കൊണ്ട് ബെസ്റ്റ് അല്ല പെണ്ണേ. ആ കുട്ടിയൊക്കെ എങ്ങനെ? അവർ ഒന്നും ഉണ്ടായിട്ടില്ല, കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, നല്ല സ്വഭാവം എല്ലാം ഒത്തിണങ്ങിയ പെൺകുട്ടിയാണ്. ഓ അങ്ങനെ, ഇൻഷാ അല്ലാ. എന്താ, അവർ സമ്മതിക്കുമോ പെണ്ണേ അതിനൊക്കെ? പിന്നെന്താ, അതിനൊന്നും കുഴപ്പമില്ല. മിസ്രിക്കും കുറച്ചൊരു ഇഷ്ടമുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു ദിവസം ഉമ്മാക്ക് എന്തോ ഫുഡ് കൊടുക്കുന്ന സമയത്തെങ്ങാനും കുഞ്ഞ് പെട്ടെന്ന് കയറി വന്നു. അവളുടെ മുഖം അങ്ങനെ ആരും കാണൂലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അവൻക്ക്. പെട്ടെന്ന് അവൾക്ക് ആകപ്പാടൊരു വിഷമമായി. പഠിച്ചോനെ, ഒരാളിൻ്റെ മുഖം കണ്ടല്ലോ. അവളും തന്നെ അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. മനസ്സിനുള്ളിൽ എന്തോ കൂടി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇക്ക, അവളെ മറ്റൊരുത്തൻ, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പള്, നല്ല പണക്കാരനായ ഒരാൾ വിവാഹം ചോദിച്ചിട്ടുണ്ടത്രേ. എന്നിട്ട് അതിൻ്റെ ശേഷം കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയി. കാരണം കുഞ്ഞുവിനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തെനിക്കറിയില്ല, ആകെ ഇടങ്ങാറായി കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇൻഷാ അല്ലാ ഏതായാലും, പക്ഷെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട്
എനിക്ക് സന്തോഷമേ ഉള്ളൂ കുഞ്ഞുവിനെ കൊണ്ട് കെട്ടിക്കുന്നതെന്ന്. ആഹാ പിന്നെന്താ വൈകിപ്പിക്കുന്നത്? ഇക്ക വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓ അതിപ്പോൾ എന്ത് റെഡി ആവാൻ? രണ്ട് മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ബലം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇക്ക ബലം പിടിക്കൊന്നുമല്ല. പക്ഷേ കുഞ്ഞുവിന് അതിനിടയിൽ ആകപ്പാടെ പനിയും വിഷമൊക്കെ ആയി. അപ്പോൾ അവർ കുറച്ച് എന്തൊക്കെയാ ബുദ്ധിമുട്ട് ആക്കിയിട്ടുണ്ട്. അവൾ ആദ്യം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ. ഓ അങ്ങനെയുണ്ട് ചില ടീം. അവർക്ക് ആ ബന്ധം പറ്റില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് കണ്ട മറ്റൊരാളും സുഖിക്കരുത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ആ സന്തോഷം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അവർക്കെതിരെ പലതും ചെയ്യുന്ന ചില ഈമാനില്ലാത്ത ടീമുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അതാണ് അത്ഭുതം. അതൊക്കെ പറഞ്ഞ് പണ്ട് കഥകളിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണണ് കേൾക്കണ്. വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെ. ഫസീല, നീ വിഷമിക്കണ്ട. നമുക്ക് എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് സെറ്റപ്പാക്കണം ആ കല്യാണം. ഏതായാലും കുഞ്ഞുവിന് കെട്ടാൻ പ്രായമായല്ലോ അല്ലേ? ചെക്കനെന്താ പറഞ്ഞേ? കുഞ്ഞുവിന് എന്താ, അവന് ഇഷ്ടക്കേടൊന്നുമില്ല, അവനിപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും 2 ദിവസം ഓളിൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ. നല്ല മോളാണ്, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാനും. പിന്നെ നല്ല അറബി കോഴ്സൊക്കെ പഠിച്ച കുട്ടിയാണ്, ഇംഗ്ലീഷും ഒക്കെ ഡിഗ്രി എടുത്ത ആളാണ്. അവൾക്ക് പഠിപ്പിക്കാൻ പോകണമെങ്കിൽ പോവുക ചെയ്യുക. പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് അങ്ങനെ മാറ്റിയൊരുങ്ങി പുറത്ത് പോകുന്നൊന്നും ഇഷ്ടമല്ല, ഓൺലൈനായിട്ടൊക്കെ ഇഷ്ടമുള്ളൂ അങ്ങനെയൊക്കെ പറയണത്. അങ്ങനെയാണെങ്കിൽ ഗൾഫിലേക്ക് പോകാമല്ലോ. അവിടെ നല്ല അറബി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമല്ലോ. ഇൻഷാ അല്ലാ നോക്കട്ടെ. ഓളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞുവിന് കിട്ടണ്ടേ അതിന്. അതോ മറ്റേ അയാളെങ്ങാനും പ്രിൻസിപ്പൾ എങ്ങാനും വല്ല കെണിയും ഒരുക്കി കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നും ഭയമുണ്ട് ആ കുട്ടിക്ക്. പാവം കുട്ടിക്ക് നല്ല പേടിയുണ്ട്. കാരണം കുട്ടി പഠിച്ച എത്തിങ്ങാനും സ്കൂളിൽ അയാൾ വന്നിരുന്നു എന്നോ ഇവളെ കണ്ട് അവിടുത്തെ ആയനോട് ചോദിച്ചു കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അയാളെ കാര്യത്തിൽ. അവൾക്ക് കുഞ്ഞുവിനെ അതുകൊണ്ട് ഇഷ്ടം. അങ്ങനെ അവളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇൻഷാ അല്ലാ അവൾക്ക് നടത്തി കൊടുക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവർ സംസാരിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. പോലീസ് സ്റ്റേഷൻ. പഠിച്ചോനെ, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിനുള്ളിൽ കൂടെ ഒരു കാളലാണ്. എന്തിനാ കാളണ്? അല്ലേ മിസ്സിങ് കേസ് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ അവർ നേരെ സ്റ്റേഷനിലേക്ക് ചെന്നു. എന്നാൽ ഈ സമയം നജീബിൻ്റെ ഫോണിലേക്ക് ഷമ്മാസ് വിളിച്ച് പറഞ്ഞിരുന്നു. ഹലോ നജീബ്, പറടാ. പിന്നെ എൻ്റെ ജ്യേഷ്ഠനും ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ്റെ രണ്ടാം ഭാര്യയാണ് മിസ്സിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മിസ്സിങ് ആയ ഭാര്യയെക്കുറിച്ച് അവന് ചോദിക്കുമ്പോൾ അറിയാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഒക്കെ കെയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ആ കുഞ്ഞിക്കതിയ സൗദ അവരെ പ്രത്യേകം ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഓക്കെ ഓക്കെ. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ കാറിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൻ്റെ മുറ്റത്ത് നമ്മുടെ നവാസ് ഇറങ്ങിയപ്പോൾ തന്നെ നജീബിന് കാര്യം മനസ്സിലായി. ഷമ്മാസിന് കുറച്ചൊരു മുഖഷേപ്പുണ്ട്, പക്ഷേ അങ്ങനെ തോന്നൂല. അതിനേക്കാൾ ഒന്നും കൂടി ഹൈറ്റും വെയിറ്റുള്ള ആളാണ് നവാസ്. എന്നാൽ അദ്ദേഹം അതിനകത്തേക്ക് കയറി. ഫസീല വാ. രണ്ടുപേരും ഒരുമിച്ചിറങ്ങി. ഫസീലൊക്കെ ഒരു പേടി പോലീസ് സ്റ്റേഷനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. നീ എന്തിനാ പേടിക്കുന്നത്? ഇക്ക പേടിയാണ്. എന്തിന്? അവർ വിഴുങ്ങൊന്നുമില്ല, നമ്മളോട് പരാതി എടുക്കാൻ വന്നതല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെയുള്ള കോൺസ്റ്റബിൾ ചോദിച്ചു, എന്താ പ്രശ്നം? ഒരു പരാതി തരാനായിരുന്നു. ഇരിക്കുക, സാർ അവിടെയുണ്ട്. അങ്ങനെ നജീബ് സാറിൻ്റെ അടുത്തെത്തി. അവിടെ ഇരുന്നു ആ ക്യാബിനുള്ളിൽ. ഇരിക്കൂ. എൻ്റെ പേര് നവാസ്. അതായത് ഞാൻ ഇവിടെ വന്നൊരു പരാതി തരാൻ വേണ്ടിയിട്ടാണ്. എന്താ സാർ പരാതി? പരാതി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ സൗദയെ കാണാനില്ല എന്നുള്ള പരാതിയാണ്. അവളുടെ വീട്ടിലായിരുന്നു അവൾ നിന്നിരുന്നത്, പക്ഷെ അവളെ കാണുന്നില്ല. അങ്ങനെ എന്ന് മുതലേ കാണാനില്ല? അതായത് അവൻ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഓക്കെ. പിന്നെ എങ്ങോട്ട് പോകാനാണ് ചാൻസ്? അവരുടെ ഫോൺ നമ്പർ അങ്ങനെ എന്തെങ്കിലും? ഫോൺ നമ്പർ ഇതാണ്. അവളുടെ ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. പിന്നെ എന്താണ് പേര് പറഞ്ഞത്? അവളുടെ പേര് സൗദ. വയസ്സ്, സ്ഥലം, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നജീബ് സാർ ചോദിച്ചു. അതെല്ലാം എഴുതി വെച്ചു. ഓക്കെ.
അപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒന്നും അതൊന്നുമില്ല. പിന്നെ എങ്ങോട്ടാണ് കല്യാണം കഴിച്ചത്? പുത്തൻവീട് തറവാട്. അതാണ് കല്യാണം കഴിച്ച സ്ഥലം. പക്ഷെ അവിടെ നിന്നല്ല കാണാതായത് അവളുടെ വീട്ടിൽ നിന്നാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ ഓക്കെ. അവരുടെ വീട്ടിലെ ആളുകളുടെ പേര്, ഉമ്മയുടെ പേര് ഉപ്പ അബൂബക്കർ എന്നാണ്. അവർ വേറെയാണ് താമസിക്കുന്നത്. ഉമ്മയുടെ പേര് എന്താ കുഞ്ഞിക്കതി, അങ്ങനത്തെ ഒരു പേരാണ്. കുഞ്ഞിക്കതി അല്ലേ? ഓക്കെ ഓക്കെ, ഇരിക്കൂ കേട്ടോ. എന്നാൽ അതാ ഷഹർബാനെ വിളിക്കുന്നു. ഷഹർബാൻ. ഓക്കെ സർ. കുഞ്ഞിക്കതിയെയും ഹസീനയും തുറന്നു വിടും. ഇങ്ങോട്ട് വരാൻ പറയൂ. അങ്ങനെ അതാ അവർ രണ്ടുപേരും അങ്ങോട്ടെത്തി. എന്തിനാണ് ഞങ്ങളെ കൊണ്ടുപോണത്? മതി ഇടിച്ചത്. ഇനി എന്നെ കൊണ്ടാവൂല. നിങ്ങളെന്നെ തല്ലിക്കൊന്നാലും എനിക്കറിയില്ലല്ലോ സത്യങ്ങളും കാര്യങ്ങളൊന്നും. വെറുതെ നിങ്ങളെന്നെ ഇടങ്ങാറാക്കണം. കുഞ്ഞിക്കതി കരഞ്ഞുകൊണ്ടാണ് വന്നത്. അതെ, നിങ്ങളാരോ കാണാൻ വന്നിരിക്കുന്നു. എന്നെയോ? ആര്? നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെ അതാ നമ്മുടെ SI സാറും ഫസീലയും നവാസും ക്യാബിൻ്റെ പുറത്തേക്കിറങ്ങി. എന്നാൽ ലോക്കപ്പിൽ നിന്ന് അതാ കുഞ്ഞിക്കതിയും ഹസീനയും വരുന്നു. എന്നാൽ SI സാർ പറഞ്ഞു, അവർക്ക് അഭിമുഖമായി ഇവിടെ നിന്നോളൂ. അവർ ഇറങ്ങി വരുന്നു. സാറേ, എന്തിനു ഞങ്ങളെ ഉപദ്രവിക്കണം, ഞങ്ങളെ വിട്ടൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരുന്നു കുഞ്ഞിക്കതിയ ഇറങ്ങി വന്നത്. എന്നാൽ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നവാസിനെ കണ്ട് ഒരു നിമിഷം അവർ ഞെട്ടിത്തെറിച്ചു. എന്ത്? ഹസീന അങ്ങോട്ട് നോക്കുക, അതാരാന്നുള്ളത്. പഠിച്ചോനെ, അളിയനോ? ഹസീന മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ കുഞ്ഞിക്കതിയ അതാ നവാസിനെ കണ്ടപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു. മോനെ നവാസേ. ശരിക്കും നവാസ് ഞെട്ടിപ്പോയി അതാ അവരുടെ കരച്ചിൽ കേട്ട്. അതെ, ആ തള്ള അത്ര ചില്ലറക്കാരിയല്ല. സൗദിയെ പിഴപ്പിച്ചത് മുഴുവൻ അവരാണ്. അതെ, പുത്തൻവീട് തറവാട്ടിലെ വേലക്കാരിയല്ല ഇനി നീ പുത്തൻവീട് തറവാട്ടിലെ മരുമകളാണ്. ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, നവാസിൻ്റെ വലിയ കുട്ടികളെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ചത് അവരായിരുന്നു. അതുകൊണ്ട് തന്നെ നവാസിന് അവരെ കണ്ടപ്പോൾ പുച്ഛമാണ് തോന്നിയത്. സാധാരണ രീതിയിൽ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മമാർ ഇത്തരം മോശമായ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് മക്കളെ തെറ്റിപ്പിക്കുന്ന ഉമ്മ. അതുമല്ല, സത്താറുമായുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടും ഈ തള്ള ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? അവരുടെ മുഖം കണ്ടപ്പോൾ ദേഷ്യമാണ് അവന് തോന്നിയത്. എന്നാൽ നവാസ് അവിടെ തന്നെ നിന്നു. മോനെ, നമ്മളെ സൗദനെ കാണാനല്ല മോനെ, നമ്മളെ സൗദനെ കാണാനല്ലോ. കുട്ടി എവിടേക്ക് പോയാവോ? കുറേ ഞങ്ങൾ നോക്കി അന്വേഷിച്ചു. എങ്ങോട്ടാണ് നിങ്ങൾ പറഞ്ഞയച്ചത്? നവാസിൻ്റെ ചോദ്യം കേട്ട് ശരിക്കും കുഞ്ഞിക്കതിയ ഞെട്ടിപ്പോയി. എന്താ മോനെ ഈ പറയണത്? പൊന്നു പോലെ നോക്കിയതായിരുന്നു വീട്ടിൽ. പക്ഷെ ഓൾക്ക് പൈസയും പണക്ക് ഏറിയപ്പോഴേ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഓൾ ചെയ്യണത്. എത്ര പറഞ്ഞാലും കേൾക്കൂല. ഈ പെണ്ണിനെ, ഈ ഹസീനാനൊക്കെ കടുപ്പം കാട്ടുകയാണ് ചെയ്യണത്. പൊന്നു മോനെ, വല്ലാത്തൊരു പുതുമ. എൻ്റെ മോളല്ലേ ഓളൊന്നുമില്ലെങ്കിൽ ഓൾക്ക് വേണ്ടതെല്ലാം അയച്ചു കൊടുക്കണം, ഇതാക്കണം. പക്ഷെ 5 പൈസ ഞങ്ങൾക്ക് തരൂല. ഞങ്ങൾ പട്ടിണി കിടന്നാൽ ഓളുള്ള ഇഷ്ടത്തിന് അങ്ങനെ ഇറങ്ങിപ്പോവും. പെരീന്ന് അങ്ങനെ ഇറങ്ങിപ്പോവും. മാണ്ടന്മാർ ഓലെ കൂട്ടുകാർ കുറേ ഒരു ആണുങ്ങളായിട്ട് ഓൾക്ക് പരിചയമാണ്, ചങ്ങായിമാരും. എന്നിട്ട് ഓലൈറ്റും കണ്ട് വരും. ഓലൈറ്റ് വന്ന് ഭക്ഷണം കഴിക്കലും ഇതാക്കലും അങ്ങനെ അങ്ങോട്ട് അയക്കാണ്ട്. റബ്ബേ, ഓള് പോയി എവിടേക്ക് പോയി ടൂറോ ഇതേക്കും. ഞാൻ ഇവിടെ പരാതി കൊടുത്തിട്ട് ഇപ്പം എന്താ? ഞാൻ കൊടുത്തിട്ടില്ല പരാതി. അവിടെ വന്ന് ഇവരെന്നെ കുറേ കുത്തി കണിച്ച് ചോദിച്ച് എവിടേക്കേ പോയി. അതിനിപ്പോൾ എന്താ മോനെ? ഞാൻ എന്ത് ഉത്തരം പറഞ്ഞ? ഞങ്ങളെ കുറേ തല്ലി ചതച്ചിക്കണ പൊന്നു മോനെ, ഞങ്ങളൊന്ന് വിടാൻ പറയും പ്ലീസ്. ഇനി മക കഴിയൂലടോ. ഒന്നുമില്ല, ജിന്നെ മരുവാനല്ല, എൻ്റെ മോനെ പോലെ തന്നെ അല്ലേ ജമ്മക്ക്. മോനും ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ. ചെല്ലി ഒന്ന് വിടാൻ പറഞ്ഞാളെ. ആ സൗദ വല്ലാത്തൊരു സാധനം. ഓളെ പേരിലാണ് ഇപ്പം ഞങ്ങളിവിടെ കിടക്കണതേ. ഓളോളെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടി പോയിനിപ്പോൾ ഞങ്ങളാണ് മോനെ പെട്ട് കിടക്കണത്. എന്നാൽ നവാസിനത് കേട്ടപ്പോൾ വല്ലാതെ അവൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ
അതെ, ആരൊക്കെ പറഞ്ഞിരുന്നു സത്താറിൻ്റെ കൂടെയുള്ള അവളുടെ ആ ഒരു ജീവിതവും അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നതിനെക്കുറിച്ചും അങ്ങനെ ആരുടെയൊക്കെ കൂടെ ഛേ അന്ന് പ്രസവ സമയത്ത് വരെ സത്താറായിരുന്നു കൂടെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ അവൾക്കല്ലെങ്കിലും ഹും, എന്നാൽ അതാ ഫസീലയെ അവൻ നോക്കി. എന്തായി? നീ എന്താ പറഞ്ഞത്? അവളെ വേഗം കൂടെ കൂട്ടാനല്ലേ? എങ്ങനെ കൂടെ കൂട്ടും? ഓൾ ആരുടെ കൂടെ പോയതാണെന്ന് എന്നെക്കൊണ്ട് കഴിയൂല. സത്താറിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്നാൽ നജീബ് സാർ പറഞ്ഞു, പരാതി എഴുതി കൊടുത്തത് നമുക്ക് അന്വേഷണം തുടങ്ങാം. എന്നാൽ പെട്ടെന്ന് നവാസ് പറഞ്ഞു, വേണ്ട, പരാതി ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ആ തള്ളയുടെ വാക്ക് ശരിക്കും നവാസ് അങ്ങ് വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ ഫസീല പറഞ്ഞു, അതെ, അതങ്ങനെ ഫുള്ളും വിശ്വസിക്കണ്ട, നമുക്ക് പറയാൻ പറ്റില്ലാത്ത പരാതി കൊടുക്കുക. വേണ്ട, എന്തിന്? ഞാൻ അവളെ ഇനിയും കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കൂടെ പൊറുപ്പിക്കാനാണോ? എൻ്റെ കുഞ്ഞെങ്ങനെയും വളർന്നോളും. ഒരിക്കലും അവൾ വേണമെന്നില്ല എനിക്ക്. ശരിക്കും അവൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായിരുന്നു. അത് കേട്ടപ്പോൾ കുഞ്ഞിക്കതിയൊക്കെ ഒത്തിരി സന്തോഷമായി. ജയിച്ചു. എന്നാൽ അതാ ഹസീന നേരെ നവാസിൻ്റെ അരികിലേക്ക് ചെന്നു. എൻ്റെ പൊന്നളിയാ, എന്നാലും താത്ത കാട്ടി കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എൻ്റെ വിവാഹം വരെ മുടങ്ങും. കാരണം അങ്ങനെ നിങ്ങളെ പോലത്തെ നല്ലൊരു പുതിയാപ്പിളിനെ കിട്ടിയിട്ടാണല്ലോ ഓൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണ്. പൊന്നളിയാ, ഏതായാലും ഇത്താത്ത കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാട് വിഷമാണ്, ഞങ്ങൾക്ക് ആകെപ്പാട് ടെൻഷനാണ്. നിങ്ങളെന്താ ചെയ്യണത്? ഇക്കാക്ക പൊയ്ക്കോട്ടെ, ഓൾ ആരുടെ കൂടെ വെച്ചാൽ പൊയ്ക്കോട്ടെ. ഇക്കാക്കാക്ക് ഇപ്പോൾ നല്ലൊരു ഭാര്യ ഉണ്ടല്ലോ ഇവിടെ. ഇവരെ കൂടെ തന്നെ ജീവിച്ചോളൂ നിങ്ങൾ. അവർ പൊയ്ക്കോട്ടെ. അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല, എല്ലാ തെറ്റുകളും ചെയ്യണാണ്. സൗദ, ദയവായി ഇക്കാക്ക, എൻ്റെ പൊന്നളിയ, നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ, എൻ്റെ അപേക്ഷയാണ്. ശരിക്കും അതാ ഹസീന കരഞ്ഞുകൊണ്ട് അത് പറയുന്നു. എന്നാൽ എല്ലാം കൂടി കേട്ടപ്പോൾ നവാസിന് ഭ്രാന്തിളകുകയാണ് ചെയ്തത്. ഫസീല, വാ, ഇറങ്ങ്. ഇക്ക, പരാതി. എന്നാൽ നജീബ് സാറ് പറഞ്ഞു, നവാസ്, നിങ്ങൾക്ക് പരാതി? സർ, ആ പരാതി ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എഴുതി കൊടുത്ത ആ പരാതി അതാ അവിടെ തന്നെ കീറി അവൻ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ശരിക്കും അതാ നവാസിൻ്റെ ദേഷ്യം വല്ലാതെ അങ്ങ് കൂടിയിരുന്നു. കാരണം അവൾ കണ്ടവന്മാരുടെ കൂടെ ടൂറ് പോയതാണ്. എന്നിട്ടിപ്പോൾ ഞാൻ എന്തിന് പരാതി കൊടുക്കണം? ഓളോളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. വല്ലാത്തൊരു കഷ്ടം തന്നെ. സർ, ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അതാ അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നജീബ് ഒരിക്കൽ കൂടി ചോദിച്ചു, സാർ, പരാതി? ഇല്ല, ആള് ശരിയല്ല. അതിനൊക്കെ ഇതിനെ പരാതി കൊടുത്താലേ സ്വന്തം പെറ്റ തള്ളിയാണേ ഈ പറയുന്നത്. മോനെ, ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞാണ്. മോനെ, ഒന്ന് ഞങ്ങളെ പുറത്ത് ഇറക്കാൻ പറയും മോനെ. എന്നാൽ അതാ ഒരു നിമിഷം നവാസ് അവരെ നോക്കി. പക്ഷേ അവർ ചെയ്തതും കാട്ടിക്കൂട്ടിയതും അതെല്ലാം ഓർത്തപ്പോൾ എന്നെ വെറുക്കാൻ കാരണം ഒന്നുമല്ല, അത് ഈ തള്ളയുടെ വാക്കുകൾ കൊണ്ടാണ് എന്ന് നവാസിന് തോന്നുകയാണ്. ഇവരാണ് നല്ല മോളായിരുന്നു പെണ്ണ്. സൗദ നല്ലതായിരുന്നു എല്ലാം കൊണ്ടും. എൻ്റെ പൊന്നു മക്കളെ പൊന്നുപോലെ നോക്കി, നല്ല രീതിയിൽ അവരെ നോക്കി, എന്നെ ശുശ്രൂഷിച്ച് എനിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ട് ഉമ്മ ഞങ്ങളെ ഗൾഫിലേക്കും പറഞ്ഞയച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എന്നാൽ അവസാനം അവൾ ഗർഭിണിയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഫോൺ വിളി. അതേ, റെസ്റ്റ് എടുത്തോണ്ടി, ഇത് വല്ലാതെ ഇതാക്കണ്ട, വെറുതെ ആ കുട്ടികളെ താങ്ങി പിടിച്ചാൽ നിൽക്കണ്ട. എന്താന്നില്ല, ഇനിയിപ്പോൾ ഓല ആദ്യഭാര്യൻ്റെ വിട്ടു, അതിനെ വെച്ച് നോക്കൊന്നും വേണ്ട. എന്നുവെച്ചാൽ മുതലാഴ്ചയാണ്, വലിയ അത്രേ സൂപ്പർ മാർക്കറ്റിന് ഷോപ്പൊക്കെ ഉള്ള ആളെ പെണ്ണുങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് നിന്നോണ്ടിടി, അല്ലാതെ ഇനി ഒറ്റങ്ങളെ താങ്ങാനോ എന്തിനും നിൽക്കണ്ട. അതെ, ഒരു ദിവസം ശരിക്കും ആ ഒരു വാക്ക് കേട്ടാണ് നവാസ് റൂമിലേക്ക് കയറി ചെന്നത്. എന്നാൽ അവൾ പറയുന്നു, അതേ ഉമ്മ, അപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾ പറഞ്ഞതേപോലെ ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ഡിമാൻഡിൽ നോക്കിക്കോണ്ടി. ഉമ്മ പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലേനുമ്മ. എന്നാൽ ആദ്യമൊക്കെ അവൾ എതിർത്തു. പിന്നീട് ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും അവളും അതിലങ്ങ് പെട്ടുപോവുകയായിരുന്നു. ഒരു നിമിഷം നവാസ് അവരുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖം കാണുന്നത് തന്നെ നവാസിന് വെറുപ്പ് തോന്നി. കാരണം
അത്രക്കും മോശമായി. എൻ്റെ ഉമ്മയെ വരെ തള്ളി പറഞ്ഞാണ്. ഉമ്മ കൊടുത്ത സാധനങ്ങൾ എറിഞ്ഞ് കേടുവരുത്തിയതാണ്. അപ്പോൾ എൻ്റെ ഉമ്മയെ വരെ തള്ളി പറഞ്ഞ ഈ ഒരു സ്ത്രീ പറയുന്നത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. സ്വന്തം ബാപ്പയെ തള്ളി പറഞ്ഞേച്ച് എന്നിട്ട് ആ ബാപ്പ ഒരു കുടുംബത്തെ ഏറ്റെടുത്ത് എടുത്തപ്പോൾ ആ ഒരു കൊച്ചുകുടിലിൽ നിന്ന് ഇറക്കി വിട്ട അവർ, അതെല്ലാം ഞാൻ അറിയാഞ്ഞിട്ടല്ല. എന്നാൽ നവാസ് ദേഷ്യത്തോടെ അവരെ നോക്കി എന്നല്ലാതെ, മോനെ ഒന്ന് ഞങ്ങൾ ഇറക്കാൻ പറയും മോനെ, ഞങ്ങളെ ജയിലിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവേ, ഇപ്പോൾ കണ്ടില്ലേ ഓളെ പേരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇട്ടക്കണതിൽ. എന്നാൽ നവാസ് കാര്യമായൊന്നും മിണ്ടിയില്ല. ഫസീല വന്നേ സർ, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ അതാ കുഞ്ഞിക്കതിയെ പിന്നാലെ പായുന്നു. നവാസേ മോനെ ഞങ്ങൾ രക്ഷിക്കും മോനെ, ഇവിടെ ഞിടല്ലേ, ഞാവൂല മോനെ, ഞിടല്ലേ. എന്നാൽ അതാ അവിടെ നിന്ന് നവാസ് അല്പം ദേഷ്യത്തോടെയാണ് ഇറങ്ങിയത്, തിരിഞ്ഞു നോക്കാതെ. ഫസീല പറഞ്ഞു, ഇക്ക അവർ കരയുന്നുണ്ട്, ഒന്ന് നോക്കിക്കേ. അവർ കരയുക അല്ലേ? അവർ കുറേ ആൾക്കാരെ കരയിപ്പിച്ചതാണ്. എന്നാൽ അപ്പോൾ തന്നെ അതാ പരാതിയെല്ലാം പിൻവലിച്ച് നവാസും ഫസീലയും അവിടെ നിന്ന് വണ്ടിയിൽ കയറി. ഇക്ക എന്തിനാ പരാതി പിൻവലിച്ചത്? ഇനിയിപ്പോൾ ആരെ കൂടെ പോയിക്കിടെങ്കിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കറിയാലോ അവൾ എവിടെയാണ്. നിങ്ങളെ ഭാര്യയാണ് സ്ഥിതിക്ക് എന്തായാലും അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി തന്നെയല്ലേ. ഫസീല തൽക്കാലം ഇപ്പം നീ ഉണ്ടല്ലോ, അത് മതി. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇയൊക്കെ ഉണ്ട്, അത് മതി. അവളുടെ സുഖവും അവളുടെ ഇഷ്ടവും അവളുടെ ഇതൊക്കെ കഴിഞ്ഞ് വരട്ടെ, അപ്പം നോക്കാം. ആ കുഞ്ഞുണ്ടായിപ്പോൾ എപ്പോൾ തന്നെയാ തൊലാക്ക് ചെല്ലിരുന്നോ? ഇക്ക പൊന്നിക്ക നിങ്ങൾ ചൊല്ലിപ്പോവല്ലേ? അതെ ഞാനിപ്പോൾ ചൊല്ലും. ഇക്ക നിങ്ങൾ ചൊല്ലല്ലേ, കാരണം 3 ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അവളെ വേറൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് വേണം. ദയവായി ഇത് നിൽക്കില്ല കുഞ്ഞിനെ വിചാരിച്ച്. കാരണം സത്യങ്ങൾ ഇതല്ല, എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഒരിക്കലും ഇത് സത്യമല്ല എന്നുള്ളത്. പിന്നെന്താ അവർ പറഞ്ഞത്? അവർ കരഞ്ഞ് പറയുന്നത് കണ്ടില്ലേ, ചതിച്ചു പോയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നിക്ക അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചോ? അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ പാടുണ്ടോ? പിന്നെന്താ, സ്വന്തം മകളെക്കുറിച്ച് അങ്ങനെ ഉമ്മമാർ പറയുമ്പോൾ അതിന് മേലെ പിന്നെ എനിക്കെന്ത് പറയാനുള്ളത്? അങ്ങനെ ഒരു മോളെന്നെ അവർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് നിൽക്കണോ? ശരിക്കും നവാസ് ദേഷ്യത്തോടെയായിരുന്നു അത് പറഞ്ഞത്. എന്നാൽ ഫസീല മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത്. പഠിച്ചോനെ എന്നാ ഒന്ന് അല്ലെങ്കിൽ തെളിയ. അങ്ങനെ അത് അവർ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് തന്നെ നേരെ വാഹനം തിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ പോയി തിരിച്ചെത്തി അതാ നവാസ് അവിടെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്നു. അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. മോനെ എന്തായിടാ, പരാതി കൊടുത്തോ? എന്തിന്? ഐഷുമ്മയുടെ ചോദ്യത്തിന് അവൻ്റെ മറുപടി അതായിരുന്നു. എന്തിന് പരാതി കൊടുക്കുന്നത്? ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാതെ എൻ്റെ ഇഷ്ടത്തിനൊന്നും ജീവിക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന പെണ്ണുങ്ങളെ എന്തിനാ എനിക്ക്? മോനെ അവൾ എവിടെയെന്ന് വല്ല ഇവരും പറഞ്ഞില്ല തള്ള തന്നെ. ഏതെങ്കിലും കാമുകന്മാരോടൊപ്പം പോയിക്കണേ, എപ്പോഴും അഴിഞ്ഞാട്ടാണ്, വീട്ടിൽ നിൽക്കാറില്ല, എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോറാണ്, കണ്ടമാനം പൈസ നീ അയച്ചു കൊടുത്തിട്ടാണ് അതുപോലെ ഓൾ കേട് വന്നത്. അങ്ങനെയാണ് ഓൾക്ക് വരെ ഒന്നും കിട്ടാറില്ല അത്രേ, പട്ടിണിയാണത്രേ അവർ. പൊന്നാര മോനയ്യ ഒന്നും വിശ്വസിക്കല്ലേ. പിന്നെന്താ ഞാൻ പറയാ, പെറ്റ തള്ളല്ല പറഞ്ഞത് സ്വന്തം മോളെക്കുറിച്ച്, പിന്നെ ഞാനായിട്ട് പിന്നെ എന്തിനോളെ തലയിൽ കയറ്റിക്കണ്? പറ്റിപ്പോയി, അന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങ് ആയിപ്പോയി. ഇപ്പോൾ കണ്ടില്ല മറ്റവന്മാരുടെ കൂടെ നടക്കുകയാണത്ര. പിഞ്ചു കുട്ടിയെ ഇവിടെ ഇട്ടിട്ട് അവൾക്ക് നാണമില്ലല്ലോ. നവാസ് മുകളിലത്തെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഇക്ക ഇക്ക നിങ്ങൾ വാതിൽ തുറന്നാണേ. ഇക്ക ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, സ്വസ്ഥമായി ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ. എല്ലാം കൂടി തലയിലാണിപ്പോൾ. എന്നാൽ നവാസ് വാതിൽ തുറന്നില്ല. ഐഷുമ്മ താഴെ, മോളെ ഫസീല ഇങ്ങോട്ട് പോര്, ഓൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളും. എൻ്റെ റബ്ബേ വല്ലാത്തൊരു പുതുമായി പോയത്. ഒക്കെ നല്ലഞ്ചേൽക്കായി ഒന്ന് കണ്ടുപിടിച്ച് രണ്ടാളും കൂടി നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോൾ ഒന്നിങ്ങനെ ആകുമ്പോൾ ഒന്ന് വിലങ്ങനാവും. വല്ലാത്തൊരു പുതുമ. ഓള് എവിടേക്ക് ചിറ്റ പോയതാവോ? എന്നാൽ നുസൈബ പെട്ടെന്ന് പറഞ്ഞു, ഉമ്മ അതിപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പറഞ്ഞത് കുഞ്ഞിക്കതിയല്ലേ. അപ്പോൾ അവരിപ്പോൾ അങ്ങനെ മോളെ അത്രയും പറഞ്ഞു കൊടുത്തിക്കണു. അതുകൊണ്ടാണ് ഓൻ ഇളകി വന്നത്. അവന് ഭയങ്കര സങ്കടയിക്കണേ. അതല്ല, ഒന്നാമത് ഈ ആണുങ്ങളായി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ആണുങ്ങളെ കൂടെ പോലും നടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ആണുങ്ങളൊപ്പം പോവുകയാണ്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭർത്താക്കന്മാർക്കും പിരാന്ത് പിടിച്ചു. നേരെ തിരിച്ചാലോചിച്ചോക്കെ ഏതെങ്കിലും
മാപ്പിളാർ ഏതെങ്കിലും മറ്റ് പെണ്ണുങ്ങളോട് ഇങ്ങനെ വർത്താനം പറയലും ഓല കൂടെ കൊഞ്ചലും കൊയ്യലും ഓല കൂടെ പോക്കുവാണെങ്കിൽ പെണ്ണുങ്ങളായി നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതേ മനസ്സന്നല്ലേ എൻ്റെ കുട്ടിക്കുള്ളത്. ഏതായാലും വല്ലാത്തൊരു പുതുമായിപ്പോയി. ആയിഷുമ്മ കരയാൻ തുടങ്ങി. എന്നാൽ നുസൈബ് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കരയല്ലേ? എന്നാൽ ഫസീലയും ഇറങ്ങി വന്നു. ഉമ്മ കരയല്ലേ ഉമ്മ, നിങ്ങൾ കരഞ്ഞാൽ ഞങ്ങളല്ലേ ഞങ്ങൾക്ക്. അല്ല എൻ്റെ കുട്ടി ഇത് കേൾക്കുന്നവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല അന്ന് ആരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തേക്കണ്. ഇപ്പം മറ്റുള്ള എവിടേക്ക് ടൂറ് പോയതെന്നാണല്ലോ പറഞ്ഞത്. അതേ ഉമ്മ അവർ ഇങ്ങോട്ടോ ടൂറ് പോയിക്കണ്, എന്നോട് പറയാതെ മുണ്ടാതെ എന്നു തന്നെ പരിപാടി, കുറേ ആണുങ്ങളായിട്ട് നടക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു നവാസ്ഖാനോട്. ഓളമ്മ പെറ്റുമ്മ പറഞ്ഞാൽ പിന്നെ ഇപ്പം അങ്ങനെ മക്കളെ പറ്റി ആരെയും കളവ് പറയുമോ? എൻ്റെ പൊന്നാര മോളെ, ഓനാകെ ഇടങ്ങാറായി വന്നതാണ്. ഇനിയിപ്പോൾ വല്ലാത്തൊരു പുതുമ. ഇജ് പോയൊന്ന് ആശ്വസിപ്പിച്ച ചെല്ലങ്ങട്ട്. അങ്ങനെ അത് ഫസീലയെ വീണ്ടും ഉമ്മ മുകളിലേക്ക് തന്നെ പറഞ്ഞേക്കുന്നു. ഇക്ക ഇക്ക ഇക്കങ്ങൾ വാതിലൊന്ന് തുറന്നാണേ. ഇക്ക ഇക്ക ഒന്ന് മിണ്ടാതിരിക്കുന്നു. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ ഒരു വിളി. ഒന്ന് പോടി അവിടുന്ന്. ശരിക്കും ഫസീലക്കും ചീത്ത കിട്ടി. ഫസീല താഴേക്ക് ഇറങ്ങി വന്നു. ഉമ്മ ദേഷ്യത്തിലാണ് അല്പം. മോളെ പേടിയാണ്, ഇതൊന്നും കൂടെയാണ് ചെല്ല്. വിശ്വസിക്കാൻ പറ്റൂല മോളെ. പഠിച്ചോനെ ഒന്നും തോന്നാൻ ഞാൻ മതിയായിരുന്നു. ഈമാൻ പോണ പ്രവർത്തിയൊക്കെ ചെയ്യും. ഉമ്മങ്ങളാ ഒന്നും പേടിക്കില്ലേ, എല്ലാം കൂടി ടെൻഷൻ അയക്കാണ് അതാണ്. എന്നാൽ ഈ സമയം അതാ ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ മോനെ. ആ ഉമ്മ അവർ വന്നോ? പൊന്നു മോനെ ഷാമോനെ. ഓല് നജീബ് സാർ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പരാതി ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പരാതി എഴുതി കൊടുത്ത് പരാതി കീറി ബാസ്ക്കറ്റിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞു. എന്തപ്പോൾ സംഭവിച്ചത്? പൊന്നാര കുട്ടിയെ ആ പെമ്പറന്നോള് എന്തൊക്കെ പറഞ്ഞിക്കണാവേ. അവരവിടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അല്ലേ ഓലിഞ്ഞ് എന്തൊക്കെ പറഞ്ഞു കൊടുത്തേക്കണമെന്നൊക്കെ അത് കേട്ടുകാണ്ട്. ഉമ്മ വായ തുറന്നാൽ കളവ് പറയുന്നവരാണ് അവർ. ഉമ്മാക്കറിയില്ലേ ഉമ്മാനോട് എന്തൊക്കെയാന്ന് പറഞ്ഞു എന്നുള്ളത്? എത്രമാത്രം എനിക്കറിയാം മോനെ. ഏതായാലും സ്വഭാവമൊക്കെ നന്നായി വിചാരിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യുക, എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തേക്കണേ. പിന്നെ ടൂറ് പോയിക്കണം, ആണുങ്ങളൊപ്പം നടക്കണം, അതൊക്കെ പറഞ്ഞത് ഉമ്മ. അത് മുഴുവനും നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ലല്ലോ. അത് കുഴപ്പമില്ലമ്മ, അത് നവാസ്ക്ക് ഞാൻ ശരിയായിക്കോളാം. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് കുഞ്ഞുവിനോട് പറഞ്ഞു. കുഞ്ഞു എടാ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ വീട്ടിൽ, നീ നോക്കണേ. ആയിക്കോട്ടെ നിങ്ങൾ പോയി വരും. എന്തേ അർജൻറ്റ് ജസ്റ്റ് ഒന്ന് പോയി വരാനാണ്. അപ്പോൾ തന്നെ ഷമ്മാസ് അതാ അങ്ങോട്ട് വരുന്നു. ഏകദേശം അരമണിക്കൂറോളം യാത്ര. പെട്ടെന്ന് അവൻ നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് വളരെയധികം സ്പീഡിലാണ് വീട്ടിലേക്ക് എത്തിയത്. ഷമ്മാസ് വീട്ടിലെത്തി. മോനെ നവാസ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മന കുട്ടിയൊന്നും പോയി നോക്കി. ഇക്ക 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 വാതിൽ തുറന്നാണേ. എന്നാൽ ഷമ്മാസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അതാ നവാസ് വാതിൽ തുറക്കുന്നു. എന്തേക്കാ? ഷാമോനെ ഞാൻ തിരിച്ചു പോവാടാ. ആവൂല, ഇവിടെ നിന്ന സമാധാനം നഷ്ടപ്പെടുകയാണ്. ആവൂല. എന്തേക്കാ? അല്ലേ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ആണുങ്ങളുടെ കൂടെ എപ്പോഴും അഴിഞ്ഞാട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ ടൂറ് പോയതായിരിക്കും. വെറുതെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കാര്യമില്ല, ആരുടെയും കൂടെ ആയിരിക്കും. എൻ്റെ പൊന്നോ നവാസ്ക, നിങ്ങൾ അവരെ വാക്കിങ്ങനെ വിശ്വസിച്ചാലോ? അവർ വാക്ക് വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും കുറ്റം പറയാമെന്നല്ല, നല്ല രീതിയിൽ അവർ പറയൂല. ഒരാൾ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ പൊന്നിക്ക, അതൊന്നും നിങ്ങൾ വിഷയാക്കല്ലേ. വേണ്ടടാ ഷാമോനെ, ഞാൻ പോവാണ്. ഞാൻ ടിക്കറ്റ് നോക്കട്ടെ ഓൺലൈനിൽ. ടിക്കറ്റ് എടുക്കല്ലേ? അല്ല ഇനി എന്താ ആവശ്യത്തിന് 2 ദിവസം കുട്ടികളെ കൂടെയൊക്കെ നിന്നു മതി, ഞാൻ പോട്ടെ. ഇവിടെ നിന്നാൽ എന്നും സമാധാനക്കേടാ എനിക്ക്. ഇവിടെ നിൽക്കാനാവില്ല, ഞാൻ പോട്ടെ. ഒരു ജീവിതം ഇത്രമാത്രം വിഷമകരമായൊരവസ്ഥ അത് എനിക്കേ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നും ഉണ്ടാവും. ഞാൻ പോട്ടെ. അപ്പോൾ തന്നെ അതാ നവാസ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു. ഷമ്മാസ് അത് തടയാൻ ശ്രമിക്കുന്നു. എൻ്റെ പൊന്നിക്ക ബുക്ക് ചെയ്യില്ല, ഇപ്പം നല്ല റേറ്റാണ്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണ്? 50-ൽ കുറഞ്ഞൊന്നുമില്ല, 50, 60 എന്നൊക്കെയാണ്. ദയവായി എൻ്റെ ഇക്ക നിങ്ങൾ അതൊന്നും ചെയ്യല്ലേ. പിന്നെ നിങ്ങൾ പോകുന്ന ബിസിനസ് ക്ലാസ്സിലായിരിക്കും, അതിനൊക്കെ നല്ല വെറുതെ പൈസ കളയണ്ട. പോവല്ലേ, പോവാനായിട്ടില്ല.
കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണ്ട. വേണ്ട, ഞാൻ പോവാണ് ഷാമോനെ, അവിടെ നിൽക്കാം. ആരുമില്ലാതെ ഫസീലെ മക്കൾ ഇവിടെ ജീവിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ജീവിച്ചോളാം. ആരും വേണ്ട. അവിടെ നിന്നാൽ ഇത്ര ഒരു പ്രശ്നം വരില്ല. അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളാകുമ്പോൾ ആ മൈൻഡ് അങ്ങ് പോയിക്കോളും. ഏതായാലും നോക്കണം അവരെ കൊന്നിട്ടോ. ശരിക്കും അതാ നവാസ് വിതുമ്പുകയായിരുന്നു. എന്നാൽ ഷമ്മാസ് അതാ നവാസിനെ കെട്ടിപ്പിടിച്ചു. അക്കരയല്ലേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കല്ലേ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വിഷമിക്കല്ലേ. വേണ്ടടാ, ഞാൻ പോട്ടെ. ഇനി ആവില്ല, ഇനി ഇത് സഹിക്കാനാവില്ല. കുറേ സഹിച്ചതാണ്, ഇനി കഴിയൂല, എന്നെക്കൊണ്ട് കഴിയൂലടാ, ഞാൻ പോട്ടെ. ശരിക്കും നവാസ് സങ്കടത്തോടെ അതാ ഷമ്മാസിൻ്റെ മുഖം ചേർത്ത് വിതുമ്പിക്കരഞ്ഞു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയെ അതാ ഷമ്മാസ് പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, കരയില്ലേ, എല്ലാത്തിനും പഠിച്ചോനുണ്ടാവും. നമുക്ക് നമ്മുടെ കൂടെ പഠിച്ചോനില്ലേ? നമ്മൾ പഠിച്ചോനെ മറന്നൊന്നും ചെയ്യില്ലേ? അള്ളാഹു ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അതെ, ഓനുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം? തൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ ആ ഒരു വാക്കുകൾ അതാ നവാസിൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്തു. ഞാൻ പോട്ടടാ, ഇവിടെ നിന്ന് എനിക്ക് എന്ന് വിഷമം തന്നെയാണ്. എനിക്കാവൂലടാ, ഇനിയും ഇത് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. എൻ്റെ പൊന്നിക്ക, നിങ്ങൾ വിഷമിക്കില്ലേ? പഠിച്ചോണ്ടല്ലോ നമ്മുടെ കൂടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നമ്മളെ കൂടെ പഠിച്ചോണ്ടാവേ കേട്ടോ, വിഷമിക്കല്ലേ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ തലോടിക്കൊണ്ട് ഷമ്മാസ് അത് പറയുന്നു. എന്നാൽ ഷമ്മാസിൻ്റെ വാക്ക് നവാസ് എടുക്കുമോ? അതോ അവൻ നാളത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നാളെ തന്നെ ഗൾഫിലേക്ക് പറക്കുമോ? ഈ ഒരു സമാധാനമില്ലാത്ത ഈ നാട്ടിൽ നിന്ന് പറന്നകലുവാൻ നമ്മുടെ നവാസ് ആഗ്രഹിക്കുന്നു. അവനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി ഇങ്ങനെയൊരു ജീവിതം. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.